Over to Brother Saji. Screen share is on now, brother. Yeah. Oh, pardon, brother? Screen share. Jason will be translating. Yeah, screen share is on. Okay. Is it visible? Yes. Okay. Praise God for the time He has given us. ദൈവം നമുക്ക് തന്ന ഈ സമയത്തിന് ദൈവത്തെ സ്തുതിക്കാം. There was a camp in Bilai, and that was a teens camp. And at the worship session, I just brought in the topic: who is your hero in your life? ബിലായില് ഒരു ടീൻസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ടീൻസ് ക്യാമ്പിന്റെ സമയത്ത് അവിടുത്തെ വർഷിപ്പ് സെഷന്റെ സമയത്ത് ഞാനൊരു ടോപ്പിക്ക് അവിടെ കൊണ്ടുവന്നു. ആരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. And many thoughts came in. Many of them had different opinion, but I was forced to bring them down to the heroes in the Bible and the main hero of our life. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആദ്യം പല കാര്യങ്ങൾ പറഞ്ഞു, പല ആൾക്കാരെ പറ്റി പറഞ്ഞു. പക്ഷെ ഞാനാണെങ്കിൽ അവരെ ബൈബിളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ബൈബിളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ ഹീറോ ആയ ആ ആളുടെ അടുത്തേക്ക് ഫോക്കസ് ചെയ്യാനും ശ്രമിച്ചു. And when we look into scripture, we have heroes, and we have also lesser known heroes in the Bible. നമ്മള് വചനത്തിലേക്ക് നോക്കുമ്പോൾ പല ഹീറോസിനെ നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ അധികം എല്ലാവർക്കും അറിയാത്ത ലെസർ നോൺ, അധികം ആൾക്കാർക്ക് അറിയാത്ത ഹീറോസിനെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. And as we are very well aware of our main hero, the supreme hero as the Lord Jesus Christ, but again the lesser known heroes and heroes in the Bible, in the scripture, teach us a lot to learn from them, and we need to follow them. നമുക്കറിയാം ബൈബിളിലെ ഏറ്റവും വലിയ കഥാനായകൻ അല്ലെങ്കിൽ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ യേശുകർത്താവാണ്. അത് കൂടാതെ തന്നെ യേശുകർത്താവ് അല്ലാതെ പല ആർക്കും വളരെ അറിയാത്ത ലെസർ നോൺ ആയിട്ടുള്ള കഥാനായകന്മാർ നമ്മുടെ വചനത്തിലുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. And no doubt the Bible is filled with stories of heroes, and many of them are often overlooked. നമുക്കറിയാം വചനമാണെങ്കിൽ വചനത്തിന്റെ അകത്ത് മുഴുവൻ പല ടൈപ്പിലുള്ള കഥാനായകന്മാരെ നമുക്ക് കാണാൻ കഴിയും, കാണുവാൻ നമുക്ക് കഴിയും. And today when I focus, I want to bring your thoughts to Asaph. Is a lesser known hero who is one of the example, and he devoted his life to prayer and worship. നമുക്കറിയാം ഇന്ന് ഒരു ഇതുപോലെ തന്നെ അധികം അറിയാത്ത ഒരു കഥാനായകനാണ് ആസാഫിന്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആസാഫ് ആരാധിക്കാൻ വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെച്ച ഒരു കഥാനായകനാണ്. Shall we turn to First Chronicles chapter 16, 1-6? 1 ദിനവൃത്താന്തം 15-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് തിരിയാം. 1 ദിനവൃത്താന്തം 15-ന്റെ 1 തൊട്ട് 6 വരെ. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിനൊരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതില്ല. അവരെയല്ല ദൈവത്തിന്റെ പെട്ടകം ചുമക്കുവാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിന് ഒരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യെരൂശലേമിൽ കൂട്ടിവരുത്തി. ദാവീദ് അഹരോന്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി. കെഹത്യരിൽ പ്രധാനിയായ ഉരിയേലിനെയും അവന്റെ സഹോദരനായ 120 പേരെയും മെരാരിയരിൽ പ്രധാനിയായ ആസായവേയും അവന്റെ സഹോദരന്മാരായ 230 പേരെയും 1-6, yeah. And one to 6 is over. First, the thought goes to a single-hearted dedication to God. ആദ്യമായിട്ട് ഒരു മനസ്സോടെ ഏക മനസ്സോടെ ദൈവത്തിന് സമർപ്പിച്ച ഒരു ഹൃദയം നമുക്ക് അവിടെ കാണാൻ കഴിയും.
Brother, also please read First Chronicles chapter 16 verse 5. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 5-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ആസാഫ് തലവൻ, രണ്ടാമൻ സെക്കരിയാവ്, പിന്നെ യെയിയേൽ, ശെമിരാമോത്ത്, യെയിയേൽ. Okay, there I want to focus. Asaph was the chief. ആസാഫ് തലവൻ എന്ന് നമുക്ക് ആ വാക്യത്തിൽ കാണാൻ കഴിയും. When King David brought the ark of God to the tabernacle, he appointed people to minister to God in prayer and worship. ദാവീദ് ആണെങ്കിൽ പെട്ടകത്തെ ആ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദ് ആണെങ്കിൽ അവിടെ ആൾക്കാരെ നിയമിച്ചു. സമാഗമന കൂടാരത്തിലേക്ക് ആ പെട്ടകം കൊണ്ടുവന്നപ്പോൾ ദാവീദ് ആണെങ്കിൽ ആൾക്കാരെ നിയമിച്ചു അവിടെ ദൈവത്തിന് ആരാധന കഴിക്കുവാൻ. And we can see Asaph was selected as the leader. നമുക്ക് കാണാൻ കഴിയും ആസാഫ് അവിടെ തലവൻ, അവിടുത്തെ ഒരു ലീഡർ അല്ലെങ്കിൽ അവരുടെ ഒരു തലവനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. And he was appointed to make petition, to give thanks and to praise God. ആസാഫിനെ അവിടെ തെരഞ്ഞെടുത്തത് അവിടെ ദൈവത്തിന് ആരാധന കഴിക്കുവാനും വാദ്യങ്ങളാലും സന്തോഷനാഥം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് അതെല്ലാം ചെയ്യുവാൻ, ദൈവത്തിന് ആരാധന കഴിക്കുവാൻ വേണ്ടി ആസാഫിനെ അവിടെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. And we can see that this job for him was a full-time job. ഈ ഒരു ജോലി ദൈവത്തെ ആരാധിക്കുക, സമാഗമന കൂടാരത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു മുഴു സമയ ജോലിയായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. What we can understand too, as we look into today, when we compare the life as of us today and to look to the life of Asaph, we can see he woke up in the morning, went to the tabernacle, ministered to the God, might be took a lunch break, then again ministered more to God and went home, went to sleep, and repeated the process the next day. നമുക്ക് ഒരുപക്ഷെ ആസാഫിന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ആസാഫ് രാവിലെ എഴുന്നേറ്റു, സമാഗമന കൂടാരത്തിൽ പോയി അവിടെ ദൈവത്തെ സേവിച്ചു, അത് കഴിഞ്ഞൊരു ബ്രേക്ക് എടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും ദൈവത്തിന് അവിടെ ആരാധന കഴിച്ച് ദൈവത്തിന് സേവ ചെയ്ത് അവിടെ സമാഗമന കൂടാരത്തിൽ, അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങി വീണ്ടും പിറ്റേ ദിവസം രാവിലെ ഇതേ കാര്യം തന്നെ ആസാഫ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. As we look into our life today, we have a full-time job or full-time student or full-time employee, and we bring into a certain rules and certain pattern of life, and we make sure that if we get extra time, we can get into prayer or worship meetings. നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപക്ഷെ നമുക്ക് മുഴുവനായിട്ടുള്ള ഒരു ജോലി ഉണ്ടായിരിക്കും, അതല്ല നമ്മൾ പഠിക്കുന്നവരായിരിക്കും. അങ്ങനെ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു രീതി നമുക്കുണ്ട്. അവിടെ നമുക്ക് എപ്പോഴെങ്കിലും ഒഴിവ് സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്. But for Asaph, it was the daily life which was dedicated by spending time with God in prayer and worship. പക്ഷെ ആസാഫിനെ സംബന്ധിച്ചോളം തന്റെ ജീവിതം ഓരോ ദിവസവും ദൈവത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക, അങ്ങനത്തെ ഒരു രീതിയാണ് തന്റെ ജീവിതം. ഒരു മുഴുവൻ സമയ ഒരു ജോലി പോലെയാണ് തന്റെ ജീവിതത്തിൽ ആസാഫിന്റെ ജീവിതത്തിൽ ഈ കാര്യം നടന്നത്. Now there is enough chances to say that, oh, that is an Old Testament and he might have been free and he was given the responsibility of that. But when we look into the scripture, we have a different version in New Testament when Paul is reminding us in a different version of it. നമുക്കറിയാം, ഒരുപക്ഷെ നമുക്ക് പറയാം ഇത് പഴയ നിയമത്തിലുള്ള ഒരു കഥയാണ്, അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ല, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഒരുപക്ഷെ ഒഴിവായിട്ട് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ പറയുന്ന നമുക്ക് കാണാൻ കഴിയും. Shall we look to his words from Colossians chapter 4? കൊലോസ്യലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. കൊലോസ്യലേഖനം 4-ാം അധ്യായം. Colossians chapter 4 verse 2. കൊലോസ്യലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. Very clear, and there is no second meaning for that. Devote yourself to prayer, being watchful and thankful. ഇതിന് ഈ ഒരു വാക്യം കൊലോസ്യലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ അതിന് വേറൊരു അർത്ഥമില്ല.
കൃത്യമായിട്ട് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. And the word devoting is in for ourselves to prayer means that it's a full-time job. അവിടെ പറയുന്ന ആ വാക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം മുഴുവൻ സമയം അല്ലെങ്കിൽ മുഴുവൻ സമയവും ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ, മുഴുവൻ സമയം ദൈവത്തോട് സ്തോത്രം ചെയ്യുവിൻ എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ പറയുന്നത്. I don't want to elaborate on this. Shall we go to the second part? It was his personal passion for Asaph. ഞാൻ അധികം ആ വാക്യത്തിൽ ഞാൻ നിൽക്കുന്നില്ല. നമുക്കറിയാം ആസാഫിന്റെ ജീവിതത്തിൽ അത് തന്റെ വ്യക്തിപരമായ ഒരു അഭിനിവേശം എന്ന് നമുക്ക് ഒരുപക്ഷെ പറയാം. Personal passion means it came from his own, that we can look into 1 Chronicles chapter 15 verse 16. തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിനിവേശം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് തന്നെ വന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒന്ന് ദിനവൃത്താന്തം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 15:16, 1 ദിനവൃത്താന്തം 15:16. പിന്നെ ദാവീദ് ലേവ്യരിൽ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാഥ ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. Yes, appoint their brothers as singers to sing joyful songs. വാദ്യങ്ങളാൽ സന്തോഷനാഥ ഉച്ചത്തിൽ ധ്വനിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ ദാവീദ് കൽപ്പിച്ചു. 1 Chronicles chapter 15, we can see David is deciding to bring the ark up for good this time. നമുക്കറിയാം ഒന്ന് ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൽ ദാവീദ് ആണെങ്കിൽ പെട്ടകം സമാഗമന കൂടാരത്തിലേക്ക് വീണ്ടും യഥാർത്ഥമായിട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. And he even sets up a parade of music and singing to go with the ark. അവിടെ ദാവീദ് ആണെങ്കിൽ ആ പെട്ടകം കൊണ്ടുവരുന്നതിന്റെ സമയത്ത് തന്നെ പല വാദ്യഘോഷങ്ങളും സംഗീതക്കാരെയും ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ അതിന്റെ കൂടെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. Now, if we put our feet in David's shoes, we can see the type of or the kind of people we would ask to play music and to be in that parade. നാം ഒരുപക്ഷെ നമ്മളെ തന്നെ ദാവീദിന്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ വെക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും ഇങ്ങനെ സംഗീതഘോഷങ്ങളും വാദ്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുവാനും നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൽപ്പിക്കുന്നതെന്ന് നമുക്ക് നമ്മളോട് തന്നെ ചിന്തിക്കാം. Yes, no doubt. Obviously, it will be people who really love God and who were passionate for Him. ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ദൈവത്തിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹവും അഭിനിവേശമുള്ള ഒരു ആൾക്കാരെ ആയിരിക്കും അവിടെ തെരഞ്ഞെടുക്കുന്നത്. And now here we can see King David asks the Levite leaders to pick some people to be in the parade, and Asaph was one, and he was in charge of banging the cymbals. നമുക്കറിയാം ഇവിടെ ദാവീദ് ആണെങ്കിൽ ലേവ്യരിൽ പ്രധാനികളായ ആൾക്കാരോട് പറയുന്നത് ഇങ്ങനെ വാദ്യങ്ങളും ഇങ്ങനെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്നതായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കണം. അവിടെ ആസാഫിനെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. We can see that we can see in chapter 15 verse 19. Please read brother verse 19. ഒന്ന് ദിനവൃത്താന്തം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏതാനും താമരം കൊണ്ടുള്ള കൈത്താങ്ങളെയും സെക്കരിയാവ്. So this is all before the ark and in the tabernacle, before King David gave Asaph the full-time job of ministering to God. ഈ ആസാഫ് നമ്മൾ ഇപ്പോൾ വായിച്ച ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദ് ആസാഫിനെ മുഴുവനായിട്ട് ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരത്തിൽ ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനും സേവിക്കുവാനും വിളിക്കുന്നതിന് മുമ്പ് നാം ആസാഫിന്റെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. Yeah, so they would pick the best of the best to sing and worship before God this day. So even before it was the job of Asaph to worship, it was already his passion. നമുക്കറിയാം ദൈവത്തെ ആരാധിക്കുവാൻ ഏറ്റവും ഉന്നതമായിട്ട് അല്ലെങ്കിൽ
ഏറ്റവും അവിടെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും കഴിവുള്ളവരും ഏറ്റവും ഉന്നതമായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ആസാഫിന്റെ യഥാർത്ഥമായ തന്നിൽ നിന്ന് തന്നെ തനിക്കുണ്ടായ ആഗ്രഹമാണ് ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയും. And to us, when there is enough chances to say, come on, that Asaph might have lived in a time when he thought of looking forward to a Messiah. But we can very well understand Paul in New Testament gives us a new version of the same passion. നമുക്കറിയാം, ഒരുപക്ഷെ നമുക്ക് പറയാം പഴയ നിയമത്തിൽ ആസാഫ് ആ മശിഹായെ നോക്കി പാർക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇതേ കാര്യം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിപരമായിട്ട് ദൈവത്തെ ആരാധിക്കാനുള്ള ആഗ്രഹം, ഈ ഒരു കാര്യം വേറൊരു രീതിയിൽ നമ്മൾ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. Yeah, Paul shows a similar response to God's call that is in Philippians chapter 3 verse 8. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം വേറൊരു രീതിയിൽ നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. Yes, I count all things to be loss in view of the surpassing value of knowing Christ Jesus my Lord, for whom I have suffered the loss of all things and count them but rubbish, so that I may gain Christ. അത്രയുമല്ല, ഞാൻ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. And we can understand nothing matters to Paul besides knowing Jesus. The pursuit of God was his one passion. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലന് ദൈവത്തെ അല്ലെങ്കിൽ യേശുകർത്താവിനെ സേവിക്കുന്ന, അല്ലെങ്കിൽ യേശുകർത്താവിനെ അന്വേഷിക്കുന്ന, അതിൽ ഉപരിയായിട്ടുള്ള വേറൊരു കാര്യം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. We can see Asaph as zeal for the house of God. ആസാഫിന് ഒരു വളരെ ഒരു എരിവ്, ദൈവത്തിന് വേണ്ടി വളരെ ഒരു എരിവ് നമുക്ക് കാണുവാൻ ആസാഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. We can see that beginning of zeal as God being the perfect and beautiful, which is mentioned in Psalms 52. സങ്കീർത്തനം 50-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ പറ്റി നമ്മളവിടെ വായിക്കുന്നത്. സങ്കീർത്തനം 50-ന്റെ 2 സൗന്ദര്യത്തിന്റെയും പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. We can understand. We are aware of that. Asaph wrote around 12 Psalms in the Bible, Psalms 50, and then Psalms 73 to 83. ആസാഫ് ഏകദേശം 12 സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് 50-ാം സങ്കീർത്തനം, അത് കഴിഞ്ഞ് 73 തൊട്ട് 83 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആസാഫാണ് എഴുതിയത്. And we can see in this Psalms 50, he gives a pretty harsh words of rebuke to the people of Israel. Think of your average when we were looking into the service of, when he is looking at the service of the Israelites. നമുക്കറിയാം, ഈ 50-ാം സങ്കീർത്തനത്തിൽ ആസാഫ് ആണെങ്കിൽ അവിടെയുള്ള ഇസ്രായേൽ ജനത്തെ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ഒരു വഴക്ക് പറയുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാർഷായിട്ടുള്ള ഒരു കാര്യമാണ് 50-ാം സങ്കീർത്തനം ആസാഫ് എഴുതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. In this Psalms we can see Asaph, who loves God with all he has, can't take it anymore, and he sees how holy and beautiful God is, just can't keep quiet about those who come to him with the wrong attitude. So he speaks out with the zeal out for God's house. നമുക്കറിയാം, ആസാഫ് ആണെങ്കിൽ സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവത്തിന്റെ ആ സൗന്ദര്യവും ദൈവത്തിന്റെ ആ മഹത്വവും കണ്ടിട്ട്, ദൈവത്തെ ഇത്ര അധികം താൻ കണ്ടിട്ട് ആ സമാധാന കൂടാരത്തിൽ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്ന ഇസ്രായേൽ ജനത്തിന്റെ അവരുടെ മനോഭാവം കണ്ടിട്ട് അവരെ ശാസിക്കുന്ന ഒരു കാര്യം നമുക്ക് 50-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ആസാഫ് എഴുതി നമുക്ക് കാണാൻ കഴിയും. And we are very well aware of the zeal of Jesus Christ in Gospel according to John chapter 2 verse 17, where his disciples remembered what is written here is zeal for your house will consume me. നമുക്കറിയാം, യേശുകർത്താവിന്റെ എരിവ്, ഈ ദേവാലയത്തോടുള്ള ആ ശുഷ്കാന്തിയും എരിവും നമുക്ക് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ 2-ന്റെ 17,
അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. Yeah, please read from 14, brother. 14 to 16 also. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 14 തൊട്ട് 16 വരെയുള്ള വാക്യം കൂടെ വായിക്കുന്നു. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന വാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞ് മേശകളെ മറിച്ചിട്ടു. പ്രാവുകൾ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. Can we ever look into such a situation today in our church, when the earth, when the worldly affairs are getting and peeping into our church activities? നമുക്ക് നമ്മളുടെ സഭാജീവിതത്തിൽ സഭയിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുമ്പോൾ ലോകത്തിന്റെ പല ആശയങ്ങളും ലോകത്തിന്റെ പല കാര്യങ്ങളും സഭയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ സമയത്ത് നമ്മളുടെ ഈ എരിവ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചിന്തിക്കാം. We can look into the life of Asaph. We can look into the life of Christ when the Christ is kicking out the money changers out of the temple. നമുക്കാണെങ്കിൽ ആസാഫിന്റെ ജീവിതത്തിലേക്ക് നോക്കാം, ഈശ്വർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. ഈശ്വർത്താവ് അവിടെ പൊൻവാണിഭക്കാരെ അവിടെ ദേവാലയത്തിൽ നിന്ന് അവരെ മാറ്റിക്കളയുന്നത് നമുക്ക് കാണാൻ കഴിയും. And when we look into the zeal of the house of God, we can see that wrong attitude. I will do it because it's a right thing to do. നമുക്കാണെങ്കിൽ ഈ ദൈവാലയത്തിനെ കുറിച്ചുള്ള ഈ ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ ഈ എരിവിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു തെറ്റായ ഒരു ചിന്താഗതി നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചെയ്യുന്നു അത് ഐ വിൽ ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ദ റൈറ്റ് തിങ്. അത് ശരിയായതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതി നമുക്ക് അവിടെ കാണാൻ കഴിയും, നമുക്ക് ഉണ്ടാകുവാൻ കഴിയും. Yes, to rethink how did people worship God during Asaph's day? നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് ആൾക്കാർ ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിച്ചത്. Of course they did pray and sing, but the main part of the worship was giving animal sacrifice for sin. അവര് പാട്ട് പാടുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവിടെ യാഗം കഴിക്കുന്നതാണ്. The first wrong attitude that Asaph confronts is the attitude of I will come because it's the right thing, but I don't really want to be here. നമുക്കറിയാം ആസാഫ് ആദ്യമായിട്ട് അവിടെ ഒരുപക്ഷെ അവിടെ ചലഞ്ച് അവിടെ വെല്ലുവിളിച്ചത് ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഞാനിവിടെ അവിടെ ഒരുപക്ഷെ ഇസ്രായേൽ മക്കൾക്ക് അവിടെ ഇസ്രായേൽ ജനങ്ങൾക്ക് പറയാൻ കഴിയും, ഞാനിവിടെ കടന്നു വരുന്നത് ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അല്ലാതെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല എന്നുള്ളൊരു ഒരു മനോഭാവത്തോടെ അവിടെ യാഗം കഴിക്കാൻ വരുന്ന നമുക്ക് കാണാൻ കഴിയും. Yes, in his day some people were giving sacrifices because they knew it was right thing and they figured God wanted it, so they might as well do it. But what God really wanted was an attitude of thankfulness. നമുക്കറിയാം ആ സമയത്ത് ഒരുപക്ഷെ ആൾക്കാര് ഇസ്രായേൽ ജനം യാഗം കഴിക്കാൻ വരുമ്പോൾ അവർക്കറിയാം ഇത് ശരിയായിട്ടുള്ള കാര്യമെന്നും ദൈവത്തിന് ഇത് യാഗം ആഗ്രഹിക്കുന്നു എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവര് യാഗം കഴിക്കാൻ വേണ്ടി കടന്നു, അല്ലാതെ അവർക്ക് ദൈവത്തോടുള്ള നന്ദിയോടുള്ള ഹൃദയത്തോടല്ല അവിടെ യാഗം കഴിക്കാൻ കടന്നു വന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. But we can very well ask, what does a thank offering look like? നമുക്ക് നമ്മളോട് തന്നെ ചിന്തിക്കാം, നന്ദിയുള്ള ഒരു യാഗം എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു യാഗം ഇരിക്കുന്നത്. I will do it so people think I love God. ഞാൻ ഒരുപക്ഷെ യാഗം കഴിക്കാൻ കടന്നു വരുന്നത് മറ്റുള്ളവർക്ക് എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് അറിയിക്കുവാൻ വേണ്ടി. Yes, that is a wrong attitude. Please read brother Psalms chapter 50 verse 16 and 17. സങ്കീർത്തനം 50-ാം അധ്യായം അതിന്റെ 16ഉം 17ഉം വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളിച്ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിക്കുവാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുക്കുവാനും നിനക്ക് എന്ത് കാര്യം?
നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. Yes, Asaph didn't talk about people who just don't know God. This is written to the person who says in his heart, God has done a lot of good things for me, and people think I love him, but I really don't. ആസാഫ് ദൈവത്തെ അറിയാത്ത ഒരു ജനത്തോടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തെ അറിഞ്ഞതും ദൈവം അവർക്ക് നല്ലത് ചെയ്തെന്ന് അവർക്ക് നല്ലത് ചെയ്തു. അത് മാത്രമല്ല നല്ലത് ചെയ്തു എന്നിട്ടും അവിടെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആരാധിക്കാൻ വേണ്ടി എന്നൊരു ജനത്തോടാണ് ആസാഫ് പറയുന്നത്. And rather than admit I am not perfect though and ask for help, I will keep pretending there really is no problem. യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ താഴുവാനും ദൈവത്തെ പാപിയാണെന്നുള്ള ഒരു കാര്യത്തോടെ ദൈവസന്നിധിയിൽ വരുന്നതിന് പകരം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു മനോഭാവത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്നൊരു ജനത്തോടാണ് ആസാഫ് പറയുന്നത്. Yes, and shall we also go to Psalms 51 verse 10 where we can see an addition to it. സങ്കീർത്തനം 51 അധ്യായം 10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. Exactly. So God wants honesty, not hypocrisy. ദൈവത്തിന് ഹൃദയത്തിന്റെ സത്യസന്ധതയാണ് ദൈവത്തിന് ആഗ്രഹം, അല്ലാതെ കപടഭക്തി അല്ല. Hypocrisy. Yeah. So if you and I really don't want to have anything to do with God, just admit it. Ask him to help you, and he'll change our heart for every one of us. നമുക്ക് ദൈവത്തോട് അധികം സ്നേഹമില്ലെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ആഗ്രഹമെങ്കിൽ ദൈവത്തോട് അത് തുറന്നു പറയോ. ദൈവം നമ്മുടെ ഹൃദയത്തെ മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ്. Exactly. And so we must not hide the problem from him, but run to him for help. നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് നമ്മളുടെ ഈ ആഗ്രഹമില്ലായ്മയും ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു മനസ്സില്ലായ്മയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നാം മറയ്ക്കാൻ പാടില്ല. അതിന് പകരം ദൈവത്തിന്റെ അടുത്തേക്ക് നാം ചെല്ലുകയാണ് ചെയ്യേണ്ടത്. Hide nothing from him and seek answers from him. ദൈവത്തിൽ നിന്ന് നാം ഒന്നും മറക്കരുത്. ദൈവത്തിൽ നിന്ന് നാം ഉത്തരങ്ങൾ ലഭിക്കുവാൻ ശ്രമിക്കുക. Shall we go to Psalm 73? സങ്കീർത്തനം 73 അധ്യായത്തിലേക്ക് നാം പോവാം. And that is also a psalm written by Asaph, and he is mentioning very clearly how should be our pattern of life. അവിടെ അത് 73 സങ്കീർത്തനം ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. അവിടെ 73 2 വാക്യത്തിൽ അവിടെ ആസാഫ് പറയുന്നത്, എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലിടകൾ ഏറെക്കുറെ വഴുതിപ്പോയി. Hide nothing from him. Then we come to Psalms 73, 16 and 17. അവിടെ 73:2 ആസാഫ് ദൈവത്തിൽ നിന്നൊന്നും ഒന്നും മറയ്ക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത് കൂടാതെ 73 അധ്യായം 16 17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാനത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ദൈവത്തിൽ നിന്ന് and verse 28 also, be near to him. 73 അധ്യായം സങ്കീർത്തനം 73 28 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവിന് എന്റെ സങ്കേതമായിരിക്കും. In Psalm 73, Asaph is very much aware of the people around him, and Asaph wants them to be honest with God. ആസാഫിന് തന്റെ ചുറ്റുമുള്ള ജനങ്ങളുടെ ആ മനോഭാവം ആസാഫിന് അറിയാം. അതുകൊണ്ട് തന്നെ ആസാഫിന് അവര് ദൈവത്തോട് സത്യസന്ധമായിട്ട് ദൈവത്തോട് പറയുവാൻ ആസാഫ് ആഗ്രഹിക്കുന്നു. നല്ലൊരു കപടഭക്തി അല്ല ആസാഫ് അവിടെ ആഗ്രഹിക്കുന്നു. He wants to let them know that they must demonstrate that honesty. ആ സത്യസന്ധമായിട്ടുള്ള കാര്യം, ഹൃദയത്തിലെ ആ സത്യസന്ധമായിട്ടുള്ള കാര്യം ദൈവത്തോട് അറിയിക്കുവാനാണ് ആസാഫ് അവിടെയുള്ള ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നത്. And Asaph is asking to make sure that your heart must be open with God so that he can deal with.
ആസാഫ് ആണെങ്കിൽ ആ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നത് അവരവരുടെ ഹൃദയം ദൈവത്തിന് മുൻപിൽ തുറന്നിരിക്കണം, എന്നാൽ മാത്രമേ ദൈവത്തിന് അവരുടെ ഹൃദയത്തെ മാറ്റുവാനും കഴിയത്തുള്ളൂ. See how much he is in dilemma. He is in great trouble. In verse 2 we can see, but as for me, my feet had almost slipped. I had nearly lost my foothold. നമുക്കറിയാം ആസാഫ് വളരെ കഷ്ടത്തിലാകുന്ന ഒരു കാര്യം നമുക്ക് 73 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2ാമത്തെ വാക്യത്തില്, എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലിടകൾ ഏറെക്കുറെ വഴുതിപ്പോയി. When he sees wicked and arrogant people prospering, and it seems like they have an easier time in life, there is no doubt Asaph is getting closer to God to open up and speak what is in his heart. ആസാഫ് ചുറ്റും നോക്കുമ്പോൾ ദൈവത്തെ അറിയാത്തതും ദുഷ്ടത പ്രവർത്തിക്കുന്ന ആൾക്കാരും വളരെയധികം ജീവിതത്തിൽ വളരെയധികം മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു കാര്യത്തിൽ ആസാഫ് ആണെങ്കിൽ ദൈവത്തോട് ചോദിക്കുവാണ്. ആസാഫ് തന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒരുക്കിക്കൊണ്ട് ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം. Are we not closer or more closer to this type of atmosphere in our life when we see that people around us are prospering and we are in troubled situation? നാമും ഇതേപോലുള്ള ഒരു അവസ്ഥയല്ലേ നാമും ജീവിക്കും. നമ്മളുടെ ചുറ്റുമുള്ള ദൈവത്തെ അറിയാത്ത അനേകം ആൾക്കാർ ജീവിതത്തിൽ വളരെയധികം നന്മകളും എല്ലാം ലഭിക്കും. അതേ സമയത്ത് ദൈവത്തെ അറിഞ്ഞ നമ്മളോ പല സമയത്തും കഷ്ടതയിൽ കൂടി കടന്നു വന്ന ഒരു അവസ്ഥ. When we look around, there are neighbors and the friends who are very wicked and arrogant. Still they are prospering, and we calling a living God, we are being kept aside. നാം ആണെങ്കിൽ നമ്മളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മൾക്കറിയാവുന്നവരും നമ്മളുടെ അടുത്തുള്ളവരും അങ്ങനെ പല ആൾക്കാരും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരും ദൈവത്തെ അറിയാത്തവരുമായിട്ടുള്ള ആൾക്കാർ, ദുഷ്ടത പ്രവർത്തിക്കുന്നതും പ്രൈഡ്ഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരും എല്ലാം ജീവിതത്തിൽ അനേക നന്മകൾ പ്രാപിക്കുമ്പോൾ നാം കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത് നമ്മൾ പല സമയത്തും കാണുവാൻ കഴിയും. Yes, so in this Psalms, when we look into this verse, we can see Asaph is bringing his worries to God. ഈ വാക്യത്തിൽ നാം കാണാൻ കഴിയുന്ന ആസാഫ് തന്റെ ഈ വിഷമങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാണ്. Most of the time we are also tempted to either just to solve the problem in our own way or to ignore it completely. പല സമയത്തും നമ്മളുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മൾക്ക് തോന്നുന്ന നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ അതിനെ ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ള ഒരു കാര്യം പല സമയത്തും നമ്മളുടെ ജീവിതത്തിലും വരാറുണ്ട്. But Asaph is teaching us a middle part, a right thing, where he is saying it is important to bring all this up to God instead. ആസാഫ് നമ്മളെ വേറൊരു കാര്യം ഇവിടെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. He is asking us, don't solve such problems by yourself. Don't just ignore it, but make sure that you bring it to the presence of God. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ട് നാം പരിഹരിക്കാൻ ശ്രമിക്കരുത്. അതിനെ ഒരിക്കലും നമ്മൾ അവഗണിച്ച് കളയരുത്. അതിന് പകരം നാം ഇങ്ങനത്തെ വിഷമങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്ന ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നു. Hide nothing from him. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒന്നും മറക്കരുത്. Number 2 is seek answers from him. ഉത്തരങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ നാം അന്വേഷിക്കുക. Asaph is trying to figure it out why people who don't love God seem to have an easier go at life sometimes, and he is just getting nowhere but more upset when he gets an answer. ആസാഫ് ആണെങ്കിൽ ദൈവത്തെ അറിയാത്ത ആൾക്കാര്, ദുഷ്ടത പ്രവർത്തിക്കുന്ന ആൾക്കാര് ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ അനേകം നന്മയും ലഭിച്ച് പോകുമ്പോൾ ആസാഫിന്റെ ജീവിതത്തിൽ അങ്ങനെ കഷ്ടതയിൽ കൂടി പോകുന്നു. അതുമാത്രമല്ല ആസാഫിന് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും വിഷമത്തിൽ കൂടി ആസാഫ് കടന്നു പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. That is what he is mentioning in 73:16-17. It was oppressive to me till I entered the sanctuary of God. Then I understood their final destiny.
73 സങ്കീർത്തനം അതിന്റെ 16 17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. We can very well see where he is going to find the relief. നമുക്ക് കാണാൻ കഴിയും ആസാഫ് എവിടാണ് ഈ റിലീഫ് കിട്ടുവാൻ വേണ്ടി എവിടാണ് ആസാഫ് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. And in New Testament, Gospel according to John chapter 16 verse 13, we can see a second thought of it. പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16:13, right? 13. 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇതിന്റെ വേറൊരു വശം നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ 16-ന്റെ 13-ാമത്തെ വാക്യത്തിൽ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നു സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. He will disclose to you what is to come. അവൻ സ്വയമായി ഒന്നും സംസാരിക്കാതെ താൻ കേൾക്കുന്നു സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. Seek answers from him. ദൈവത്തിൽ നിന്ന് ഉത്തരം നാം അന്വേഷിക്കണം. God's Spirit teaches and comforts us. Can you repeat it one more time? God's Spirit teaches and comforts us. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് ആശ്വാസം തരികയും ചെയ്യും. Yeah. And when we look into the third part, be near to him. ദൈവത്തോട് നാം അടുത്തിരിക്കണം. Being open and honest with God means you will get and you will be nearer to him. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും മറയ്ക്കാതെ, ദൈവത്തിന്റെ സന്നിധിയിൽ സകലവും ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ തുറന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാൻ കഴിയും. We can very well see how Asaph is retaliating, how the Asaph is making sure that he is near to God in verse 28. അവിടെ 73 സങ്കീർത്തനം 73-ന്റെ 28-ാമത്തെ വാക്യത്തിൽ ആസാഫ് ദൈവത്തോട് എങ്ങനെ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, എന്റെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവിനെ എന്റെ സങ്കേതമായിരിക്കുന്നു. Sometimes we feel odd and we feel something old fashioned, but Asaph is very clear and Paul is reminding us that it is good to be near God. ഒരുപക്ഷെ ദൈവത്തോട് അടുത്തിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പല സമയത്തും നമ്മൾക്ക് അതൊരു പഴയ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആസാഫ് പറയുന്നത് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് തനിക്ക് മനസ്സിലായി. In another Psalms he is reminding that Asaph made God his refuge. വേറൊരു സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നത് ദൈവത്തെ തന്റെ സങ്കേതമാക്കിയിരിക്കുന്നു എന്ന്. What can we learn from all this? നമുക്ക് എന്താണ് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? Asaph is making sure that there was wrong among the Israelites. ആസാഫ് ആണെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഒരു തെറ്റായ ഒരു ചിന്താഗതി അല്ലെങ്കിൽ തെറ്റായ ഒരു മനോഭാവം ഉണ്ടെന്ന് താൻ മനസ്സിലാക്കി. And when he was appointed full time to be a person to worship and to thank God, he made it as a full-time job. ആസാഫിനെ അവിടെ സമാഗമന കൂടാരത്തിൽ പല കാര്യങ്ങൾ ദൈവത്തെ സേവിക്കാൻ വേണ്ടി തന്നെ നിയമിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മുഴുവൻ സമയവും ആ സമാഗമന കൂടാരത്തിൽ സേവ ചെയ്യുവാൻ വേണ്ടി ആസാഫിനെ അപ്പോയിന്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. And he did not accept it as a job, but it became his passion. അതൊരു ജോലിയായിട്ട് താൻ അത് അംഗീകരിച്ചില്ല. അതിന് പകരം തന്റെ സ്വയമായിട്ടുള്ള അല്ലെങ്കിൽ തന്നിൽ നിന്ന് തന്നെ തനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിട്ട് അത് മാറി. And when it became his passion, that was a zeal for him to be in the house of God. അത് ദൈവത്തെ സേവിക്കുന്നത് തന്റെ ഒരു അഭിനിവേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യമായി മാറിയപ്പോൾ അത് തന്നെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു വളരെ എരിവുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി. And when he was having that beginning of zeal, he made sure that God is perfect and God is beautiful, and he must be praised and worshipped in a way he needs to be. തനിക്ക് ആ എരിവ് ലഭിച്ചപ്പോൾ ദൈവത്തെ ആണെങ്കിൽ സൗന്ദര്യത്തിന്റെയും പൂർണ്ണതയായ ഒരു ദൈവമായിട്ട് താൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ദൈവത്തെ can you repeat that, the last part? He made sure that when he was having that zeal,
he made sure that God is perfect and beautiful, and we must approach him with that authority. തനിക്കാണെങ്കിൽ ആ എരിവ് ലഭിച്ചപ്പോൾ ദൈവത്തെ സൗന്ദര്യമായിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവമായിട്ട് താൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ ഒരു മനോഭാവത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണമെന്ന് തനിക്ക് മനസ്സിലായി. മറ്റുള്ളവർ താൻ ഇസ്രായേൽ ജനത്തോട് പറയുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. Yes, and that made him to throw out the wrong attitudes which was among the Israelites. ഇങ്ങനത്തെ ഒരു എരിവ് കാരണം താൻ ഇങ്ങനെ ദൈവത്തെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനത്തിൽ ഉണ്ടായിരുന്ന ഈ തെറ്റായ മനോഭാവത്തെ അവിടെ മാറ്റിക്കളയുവാൻ വേണ്ടി താൻ ശ്രമിച്ചു. And he made sure that to make the Israelites think that they must come with open heart to God. താനാണെങ്കിൽ ഇസ്രായേൽ ജനത്തോട് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു തുറന്ന ഒരു ഹൃദയത്തോടെ വേണം വരുവാനെന്ന്. He made sure that they must come with open heart and not to hide anything from him. ഇസ്രായേൽ ജനം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ തുറന്ന ഒരു ഹൃദയത്തോടെ വേണം വരുവാൻ. അത് മാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഒന്നും മറയ്ക്കുവാനും പാടില്ല എന്ന് ആസാഫ് അവിടെ അവരോട് പറഞ്ഞു. And he was teaching them to seek answers from the Lord. താനാണെങ്കിൽ ഇസ്രായേൽ ജനത്തോട് പഠിപ്പിക്കുകയാണ് ദൈവത്തിൽ നിന്ന് ഉത്തരം അന്വേഷിക്കുവാൻ. And he made sure that he showed to the Israelites to be near to him. താനാണെങ്കിൽ ഇസ്രായേൽ ജനത്തിന് കാണിച്ചു കൊടുത്തു ദൈവത്തോട് എങ്ങനെ അടുത്തിരിക്കണമെന്ന്. Shall we come to Psalms 24:7? 27:4 or 24? 27:4. സങ്കീർത്തനം 27-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. Today in many churches this word is not practical. ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, ഇന്ന് പല സഭകളിലും ഇതൊരു പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു വാക്യമായിട്ട് മാറിയിരിക്കുന്നു. Many churches are getting locked out and people are moving out to different places. പല സഭകളും ഇന്ന് അടച്ചിടപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. We can see in many churches worldliness and the organization and all the leadership attitudes are getting in. പല സഭകളിലും ലോകമയത്വവും അത് മാത്രമല്ല ഓർഗനൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സഭയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. In many churches people are looking into the position and authority. പല സഭകളിലും ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടി നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. We can see a lot of hypocrisy around where people show that they fear God, but there is no fear of God inside. പല സഭകളും കപടഭക്തി നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ ഭയക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കുകയും എന്നാൽ ദൈവത്തെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തെ നമുക്ക് കാണാൻ കഴിയും. The love and desire towards God and his temple is just vanishing. ദൈവത്തോടും ദൈവത്തിന്റെ മന്ദിരത്തോടും അല്ലെങ്കിൽ ദൈവസഭയോടുമുള്ള ആ ഒരു സ്നേഹം, ഒരു ആദ്യ സ്നേഹം എന്ന് പറയാം, ആ ഒരു സ്നേഹം ഇല്ലാതാകുന്നത് നമുക്ക് കാണാൻ കഴിയും. People are moving out to selfishness, so that we can very well understand as the end of the time is quite near, where people are getting selfish. അന്ത്യകാലം ആവുന്തോറും ജനങ്ങൾ സ്വയം അല്ലെങ്കിൽ സ്വയത്തെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വയത്തിന് നന്മ ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിയുന്ന നമുക്ക് കാണാം. We can very well understand among the youth the selfie age, where they are promoting themselves to be around the people. നമുക്കറിയാം യൗവനക്കാരുടെ മധ്യത്തിൽ ഒരു സ്വാർത്ഥ മനോഭാവം പല രീതിയിലും നമുക്ക് സെൽഫികളിലും അങ്ങനെ പല രീതികളും നമുക്ക് കാണാൻ കഴിയും. But here the psalmist is reminding us again that one thing I ask of the Lord, this is what I seek, that I may dwell in the house of the Lord all the days of my life, to gaze upon the beauty of the Lord and to seek him in his temple.
സങ്കീർത്തനം 22:4 സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. Asaph is teaching us beautiful lesson. ആസാഫ് നമ്മളെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. He was not a popular man among the people in that region. താനാണെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു ഇസ്രായേൽ ജനങ്ങളുടെ മധ്യേ. But we can understand his praise and worship was accepted, and he was hero in front of the Lord of Lords and King of Kings. നമുക്കറിയാം ആസാഫിന്റെ ആ ആരാധന ദൈവം അംഗീകരിച്ചു. ദൈവത്തിന്റെ മുൻപിൽ താൻ ഒരു വലിയ ഒരു ഹീറോ ആയി മാറിയ നമുക്ക് കാണാൻ കഴിയും. ഒരു കാണാൻ കഴിയും. Worship was a passion in his life. ആരാധന എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ ഒരു അഭിനിവേശം എന്ന് നമുക്ക് ഒരു പക്ഷെ നമുക്ക് പറയാം, അങ്ങനത്തെ ഒരു കാര്യമായി മാറി. And for him, it was God in his temple, and made sure that Asaph was with Lord. Asafine, can you repeat that one more? He made sure that he is with Lord and he is in his temple. ആസാഫ് ആണെങ്കിൽ ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിലും ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കുന്നതിലും താൻ അങ്ങനെ ആയിരുന്നു, താൻ അങ്ങനെ ആഗ്രഹിച്ചു. And he is teaching us most important thing which we must follow these days, in these end days. ആസാഫ് നമ്മളെ ഈ അന്ത്യകാലത്ത് നാം ചെയ്യേണ്ട കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. Live a life dedicated to the pursuit of God. ദൈവത്തെ അന്വേഷിക്കുന്നതിൽ അല്ലെങ്കിൽ ദൈവത്തെ പിന്തുടരുന്നതിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നു. When the young generation are living away from God, when they have their own philosophy of life, when they are getting into the worldly affairs, Asaph is making sure that live with zeal for God and be completely honest with him. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ യൗവനക്കാരും അങ്ങനെയുള്ള ആൾക്കാരും അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലെ സ്വന്തമായിട്ടുള്ള ഫിലോസഫിയും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തോടുള്ള എരിവിലും ദൈവത്തോടുള്ള ശുഷ്കാന്തിയിലും അത് മാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മറയുമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഓണസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുവാനും ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നു. And he made sure that the things are important for worshiping and following God. ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്ന കാര്യങ്ങളിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. And he, in these end days, when there is enough attraction in this world, he is giving us himself to a life of worship, and God used him to leave a legacy that affected the generations. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വളരെയധികം കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ മാറ്റിക്കൊള്ളാൻ വളരെയധികം കാര്യങ്ങളുള്ളപ്പോൾ ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടിയുള്ള ദൈവത്തിനെ ആരാധിക്കുന്ന നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക. അത് മാത്രമല്ല ഒരു ലെഗസി അല്ലെങ്കിൽ ഒരു പൈതൃകം അവിടെ സൂക്ഷിച്ചു കൊള്ളുക, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ അന്വേഷിക്കുന്നതിനുള്ള ഒരു പൈതൃകം അവിടെ വിടുക എന്നുള്ള ഒരു കാര്യം നാം അവിടെ ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നു. According to the scripture, when worship and prayer should be the supreme in our life, world is teaching it is an old fashion. And Asaph here, his sons followed in his footsteps, and whole nation were rescued by his descendants. നമുക്ക് കാണാൻ കഴിയും ആസാഫ് ഈ ലോകം ആണെങ്കിൽ ആരാധനയും ദൈവസന്നിധിയിൽ നിന്ന് മാറുവാൻ അല്ലെങ്കിൽ മാറിക്കളയുന്ന പല രീതികളിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാകണമെന്ന് ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല തന്റെ മക്കളും താൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും അത് മുഖാന്തരം ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു നേഷനെ ഒരു രാജ്യത്തെ മുഴുവൻ രക്ഷിക്കുവാനും ആസാഫിനെ കൊണ്ട് കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. We are living in a generation where prayer and worship is old-fashioned
practice. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും ആരാധനയും എന്ന് പറയുന്നത് ഒരു പഴയ ഒരു കാര്യമായിട്ട് എല്ലാവരും കാണുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. But our Lord is alive and the scripture is true. എന്നാൽ നമുക്കറിയാം നമ്മളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അത് മാത്രമല്ല ദൈവത്തിന്റെ വചനം ഇന്നും സത്യമായിട്ട് തന്നെ ഇരിക്കുന്നു. And the choices we make today to follow after God and love him have an impact not only in the life of ours, but it will impact far beyond in our life to the generations. നാം ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ ഫോളോ ചെയ്യുവാൻ അല്ലെ ദൈവത്തെ അന്വേഷിക്കുവാനും നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ മാത്രമല്ല ഇനി വരുവാനുള്ള തലമുറയും അത് ബാധിക്കല്ലേ, അതിനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് നാം ഈ കാര്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. If Asaph can lead a passion filled with worship and praise, and if his sons followed his footstep and the whole nation were rescued by his descendants, we too are not exempted from it. And shall we come to his presence? Shall we come to the presence of our Lord? And shall we recommit ourselves so that it can be a great help and blessing to the generations coming in our life. ആസാഫിന്റെ ജീവിതത്തിൽ ആസാഫ് ആണെങ്കിൽ ദൈവസന്നിധിയിൽ വളരെയധികം ശുഷ്കാന്തിയോടും എരിവോടും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ആസാഫിന്റെ ജീവിതം കൊണ്ട് ഇടയായി. തൻ്റെ മക്കൾ അത് കണ്ട് താൻ ചെയ്ത പോലെ തന്നെ ദൈവത്തെ അന്വേഷിച്ചു, അല്ലെ ദൈവത്തെ ഫോളോ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം അവിടെ ഇവരും ആസാഫിന്റെ മക്കളും മുഖാന്തരം അവിടെ ദൈവം രക്ഷിച്ചെങ്കിൽ നാമും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ മാറ്റി നിർത്താൻ കഴിയത്തില്ലെന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളിൽ നിന്നും ഇങ്ങനത്തെ കാര്യം thanneയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നു. We can see Asaph as synonym a life of worship, and we too can stand on that same footstep of Asaph, and we can be blessed and bring out a blessed generation around us. ആസാഫ് ദൈവത്തെ ആരാധിച്ച പോലെ തന്നെ നമുക്കും ആ ദൈവത്തെ ആരാധിക്കുന്നതിൽ എരിവുള്ളവരായിട്ടും ശുഷ്കാന്തിയുള്ളവരായിട്ടും ഇരിക്കാം. അത് മുഖാന്തരം ഒരു തലമുറ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളൊരു കാര്യം ആസാഫ് നമ്മളെ പഠിപ്പിക്കുന്നു. Let these thoughts may bless each one of us as it has blessed me and made me to rethink on the life pattern we are living. Let this be a blessing to the people around, and the thoughts may bring a challenge to in our life. Let his name be glorified. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും വളരെ എഫക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ കാര്യം നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഈ ആസാഫിന്റെ ജീവിതം നമുക്കൊരു ചലഞ്ചായിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. Thank you, brother. So it's so wonderful to hear the life of Asaph. നമുക്ക് എല്ലാവർക്കും ഒരു ചാലഞ്ച് ആയി തീർന്നു എന്ന് എനിക്ക് സംശയമില്ല. ആ പ്രിയദാസൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഓർപ്പിച്ച സത്യങ്ങള്, എ ലൈഫ് ഓഫ് പെർസ്യൂട്ട്, ദൈവത്തോട് എപ്പോഴും വാഴുന്ന, ദൈവത്തോട് ജീവിക്കുന്ന ഒരു ജീവിതം, ദൈവത്തെ പാഷനറ്റായിട്ട്, ദൈവത്തെ ആഗ്രഹിച്ച് ഉള്ളത്തിന്റെ ആഴത്തിൽ ദൈവത്തെ അനുഗമിക്കുന്ന ഒരു ജീവിതം, മാത്രമല്ല ആരാധനയുടെ ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മള് കേട്ടത് നമ്മൾ വേണേ ചിന്തിക്കാം, ആസാഫിന് അതിനു വേണ്ടി മാത്രം സമയം എടുത്തല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു, ദാവീദ് രാജാവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ദാവീദ് രാജാവെന്നല്ലോ 27-ാം സങ്കീർത്തനത്തിന് 4-ാം വാക്യം പറഞ്ഞു, ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ ആലയത്തിൽ യഹോവയുടെ മനോഹരത കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാൻ. അവിടെ ദാവീദ് ഒരു രാജാവായിട്ട് ദാവീദ് എത്രയോ സങ്കീർത്തനങ്ങൾ എഴുതി. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിലും കൂടെ ഈ ഒരു കാര്യം ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചു, യഹോവയുടെ ആലയത്തിൽ വസിക്കാൻ വേണ്ടി. അപ്പോ ഈ ആലയത്തിൽ വസിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമ്പോൾ രാജാവായാലും കൂടെ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സങ്കീർത്തനങ്ങൾ എഴുതുക മാത്രമല്ല, ആ രാജ്യത്തെ ഭരിക്കാനും കൂടെ
ദൈവം ഈ ദാസനെ ദാവീദ് ദാസനെ സഹായിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം എന്തുവാ നമ്മൾ വിചാരിക്കുന്ന എനിക്ക് ഒത്തിരി ജോലിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് സമയമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദ് ആസാപ്പിന് സമയം കിട്ടിക്കാണും, ആസാപ്പ് പൂർണ്ണ സമയം ദൈവത്തെ ആരാധിക്കാനുള്ള സമയം കിട്ടിക്കാണും, അതുകൊണ്ട് അത് ചെയ്യാൻ സാധിച്ചു എന്നല്ല പറയാൻ നമുക്ക് ഒരു കാരണമില്ല. ബട്ട് ദാവീദ് രാജാവായിട്ട് അത് പറയാൻ സാധിക്കുമെങ്കിൽ, എത്രയോ സങ്കീർത്തനങ്ങൾ എഴുതാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കും അത് സാധിക്കുമെന്ന് നമുക്കത് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എത്ര വിലയേറിയ പാഠമാണ് നമുക്ക് ഓർപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആയി തീരണമെങ്കിൽ, നമ്മുടെ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട പറ്റണമെങ്കിൽ അത് നമ്മൾ ഇത് തിരിച്ചറിയണം. നാം കർത്താവിനെ എപ്പോഴും അനുഗമിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവിനെ ഞാൻ അനുഗമിക്കും. മാത്രമല്ല, ഞാൻ എപ്പോഴും കർത്താവിനെ ആരാധിക്കുന്ന ഒരു ആരാധന മനുഷ്യനായിട്ട് ഞാൻ കർത്താവിനെ ആരാധിക്കും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബാക്കിയൊക്കെ നമുക്കത് ചെയ്യും. ബാക്കിയൊക്കെ നമ്മള് പലർക്കും ആകർഷണമായി തീരും. നമ്മുടെ ജീവിതം തന്നെ വളരെ ഫലവർത്തമായി തീരും എന്നാണല്ലോ നമ്മൾ കേട്ടത്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ ചിന്ത ദിവസങ്ങള് എനിക്ക് വളരെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നമ്മള് ഓടിപ്പോയി കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ മാത്രം പോരാ, നമ്മൾ എല്ലാ സമയത്തും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരായിട്ട് നമ്മൾ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഒരു ഇമ്പാക്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം സഹോദരൻ വളരെ വ്യക്തമായിട്ട് ഈ ആസാപ്പിന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ഈ സന്ദേശം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രാർത്ഥിക്കാം. ആരെങ്കിലും സഹോദരന്മാർ പ്രാർത്ഥിക്കാമോ? ജോർജ് ജോൺ സഹോദരൻ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിക്കാം. ജോർജ് ജോൺ സഹോദരൻ. താങ്ക് യു. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിൽ കടന്നു ക്ലാസ് ആയിട്ട് കർത്താവേ, ഞങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂർ തിരുസന്നിധിയിലായിരിക്കാനും അവിടുത്തെ വചനം കേൾക്കുവാനോ ഒക്കെ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം പറഞ്ഞതിന്റെ മകനെ ട്രാൻസ്ലേറ്റ് ചെയ്ത മകനെ രണ്ടുപേരെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, കേട്ട് ഞങ്ങളെയും അവിടുത്തെ കാര്യങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട കർത്താവേ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി തിരുപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആരാധനക്കാട് ഞങ്ങളെല്ലാവരെയും ഒരുക്കത്തോട് കൂട്ടിക്കൊണ്ടുവരണം. കർത്താവേ, തിരുസാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം, അവിടുത്തെ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം, തിരുപ്രകാരമായി തിരുവാൻ തക്കവണ്ണം അവിടുത്തെ ആരാധന മുഖാന്തരമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കടന്നു വരാൻ സാധിക്കാതെ ഇരുന്നവരെയും കർത്താവ് അവിടുത്തെ കരങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം കർത്താവ് അവരെ അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ഒരു നാമം മഹത്വപ്പെട്ട് സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. താങ്ക് യു.